introduce a little anarchy. Upset the established order, and everything becomes chaos. I'm an agent of chaos. Oh, and you know the thing about chaos? It's beer. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച വില്ലന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ വരുന്നൊരു പേരാണ് DC കോമിക്സിന്റെ ഏറ്റവും ഐക്കോണിക്കായ ക്യാരക്ടേഴ്സിലൊന്നായ ദ ജോക്കർ. ഒരുപാട് നടന്മാർ സ്ക്രീനിൽ ആ റോൾ അഭിനയിക്കുകയും ശബ്ദം നൽകുകയും ചെയ്ത് വർഷങ്ങളായി ആ ക്യാരക്ടറിന്റെ ലെഗസി മുൻപോട്ട് കൊണ്ടുപോയി എന്ന് പറയാം. എന്തായിരിക്കും ജോക്കർ എന്ന ക്യാരക്ടറിനെ ഇത്രയേറെ പോപ്പുലർ ആക്കുന്നൊരു ഫാക്ടർ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ ക്യാരക്ടറിലേക്ക് തിരിച്ചു പോകാൻ കോമിക് ബുക്ക് റൈറ്റേഴ്സിനെയും ഫിലിം മേക്കേഴ്സിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന കാരണം എന്തായിരിക്കും? ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോക്കർ എന്ന ക്യാരക്ടറിന്റെ ഹിസ്റ്ററി, ഒറിജിൻ, സൈക്കോളജി എന്നിവയെക്കുറിച്ചാണ്. എങ്ങനെ ആ ക്യാരക്ടർ ഇത്ര പോപ്പുലറായി നിൽക്കുകയും ആൾക്കാരിൽ ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും. അതിനോടൊപ്പം ഇതുവരെ ജോക്കറായി വേഷമിട്ട എല്ലാ നടന്മാരെക്കുറിച്ചും അവരുടെ പെർഫോമൻസുകളെക്കുറിച്ചും ഞാനിവിടെ സംസാരിക്കുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. See you in hell. April 25, 1940 ബാറ്റ്മാൻ കോമിക്കിലാണ് ജോക്കറിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൃത്യം ഒരു വർഷം കഴിഞ്ഞ്. ബിൽ ഫിംഗർ, ബോബ് കെയ്ൻ, ജെറി റോബിൻസൺ എന്ന 3 പേര് ചേർന്നാണ് ജോക്കറിനെ സൃഷ്ടിച്ചത്. ജോക്കർ എന്ന ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു വിഷ്വൽ ഇൻസ്പിറേഷൻ ബിൽ ഫിംഗറിന് കിട്ടിയത് 1928 ഒരു സൈലന്റ് സിനിമയായ മാൻ ഹൂ ലാഫ്സ് എന്ന സിനിമയിൽ നിന്നാണ്. വളരെ സാഡിസ്റ്റിക് ആയ ഒരു സൈക്കോപാത്തിക് ക്രിമിനലായിട്ടാണ് ആദ്യം ജോക്കറിനെ കോമിക്കിൽ കാണിച്ചതെങ്കിലും 1950s ആയപ്പോഴേക്കും അല്പം കോമഡിക് ആംഗിളുള്ള ഒരു സാധാ ഗാങ്സ്റ്റർ ലെവലിലേക്ക് അത് താഴ്ത്തി. ഈ സ്വഭാവ മാറ്റത്തിനുള്ളൊരു കാരണം അമേരിക്കൻ കോമിക് ബുക്ക് ഹിസ്റ്ററിയിലെ അന്ന് നടന്ന ഒരു സംഭവവുമായി വളരെയധികം ബന്ധമുണ്ട്. അന്നത്തെ കാലത്ത് കോമിക് ബുക്കുകൾ കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ സെനറ്റ് കോമിക് ബുക്കുകൾ സെൻസർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ 1954 കോമിക് ബുക്ക് അതോറിറ്റിക്ക് അവർ രൂപം നൽകി. അവരുടെ നിർദ്ദേശപ്രകാരം കോമിക് ബുക്കുകളിൽ ആവശ്യത്തിൽ കൂടുതലുള്ള വയലൻസോ ബ്ലഡോ ഒന്നും കാണിക്കാൻ പാടില്ല എന്ന നിയമവും അതിനുശേഷം നിലവിൽ വന്നു. അങ്ങനെ ആദ്യകാലങ്ങളിൽ സീരിയൽ കില്ലറായി അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള ക്രൈംസ് ഒക്കെ ചെയ്തിരുന്ന ജോക്കർ എന്ന ക്യാരക്ടർ പിന്നീട് ഒരു സിമ്പിൾ പ്രാങ്സ്റ്ററായും കോമഡി വില്ലൻ എന്ന ട്രാക്കിലേക്കും അവർ രൂപമാറ്റം കൊണ്ടുവന്നു. 1960s ആയപ്പോഴേക്കും ബാറ്റ്മാൻ അത്രയേറെ പോപ്പുലർ ആയ ഒരു സൂപ്പർ ഹീറോ ആയതോടെ അത് കോമിക് ബുക്ക് ഷെൽഫിൽ നിന്നും TV സെറ്റുകളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ 1966 ഇറങ്ങിയ ബാറ്റ്മാൻ സീരിയലിൽ ഈ ചേഞ്ച് ചെയ്ത ജോക്കറിനെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കുട്ടികൾക്കുള്ളൊരു സീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടോൺ തന്നെയായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിരുന്നത്. 1970s DC കോമിക്സ് ഒരു എക്സ്പെരിമെന്റൽ ഫേസിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു വില്ലന് ആദ്യമായ ഒരു കോമിക് ബുക്ക് സീരീസ് അങ്ങനെ ജോക്കറിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവരെ ഹീറോസിന് മാത്രമായിരുന്നു പ്രത്യേകം കോമിക് സീരീസ് ഉണ്ടായിരുന്നത്. 1980s ആയപ്പോഴേക്കും DC ഇപ്പോഴുള്ള ഒരു ഡാർക്ക് കഥകളിലേക്കും തീമിലേക്കും ശരിക്കും കടന്നു എന്ന് പറയാം. ഫ്രാങ്ക് മില്ലറിന്റെ ദി ഡാർക്ക് നൈറ്റ് റിട്ടേൺസും ഡെത്ത് ഇൻ ദ ഫാമിലി പോലുള്ള ഡാർക്ക് ആൻഡ് വയലന്റ് ആയിട്ടുള്ള കഥകളിലൂടെ ജോക്കറിന്റെ പോപ്പുലാരിറ്റി പഴയതിലും കൂടുതലായി. അങ്ങനെ ബാറ്റ്മാന്റെ ആർച്ച് നെമസിസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വില്ലനായി ജോക്കർ മാറുകയും ചെയ്തു. If I'm going to have a past, I prefer it to be multiple choice. ജോക്കറിന്റെ ആദ്യത്തെ ഒറിജിൻ സ്റ്റോറി അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയ ബാക്ക് സ്റ്റോറി കൊണ്ടുവന്നത് 1951 ഡിറ്റക്റ്റീവ് കോമിക് ഇഷ്യൂ 168 ഒരു കെമിക്കൽ ഫാക്ടറിയിലെ കെമിക്കൽ വേസ്റ്റിലേക്ക് വീഴുന്നതിന് ശേഷമാണ് പെയിൽ വൈറ്റ് സ്കിൻ ടോണും പച്ച തലമുടിയും ജോക്കറിന് കിട്ടി എന്ന ബാക്ക് സ്റ്റോറി. പക്ഷേ ആ ബാക്ക് സ്റ്റോറി തന്നെ കുറച്ചുകൂടെ നന്നായി യൂസ് ചെയ്തത് കോമിക് ബുക്ക് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഴുത്തുകാരിൽ ഒരാളായ അലൻ മൂർ എഴുതി 1988 പബ്ലിഷ് ചെയ്ത ദ കില്ലിംഗ് ജോക്ക് എന്ന കോമിക്കിലാണ്. ഈ കോമിക്കിലാണ് ജോക്കറിന്റെ ഒരു പ്രോപ്പറായ ഒറിജിൻ സ്റ്റോറി ആദ്യമേ പറയാനൊരു ശ്രമം നടത്തിയത്. ഒരു കില്ലറായോ അല്ലെങ്കിൽ ഗാങ്സ്റ്ററായോ അല്ല ജോക്കറിനെ ആദ്യം കാണിക്കുന്നത്, മറിച്ച് ഒരു ഫെയിൽഡ് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടാണ്. അയാൾക്ക് ഒരു പ്രഗ്നന്റ് ആയ ഭാര്യയുമുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് അയാൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ 2 കള്ളന്മാർ അയാളുടെ അടുത്ത് വരുന്നു. പണ്ട് താൻ ജോലി ചെയ്തിരുന്ന കെമിക്കൽ ഫാക്ടറിയിൽ ഒരു മോഷണം നടത്താൻ സഹായിക്കണമെന്ന് അവർ പറയുന്നു. കാരണം അയാൾക്ക് ആ ഫാക്ടറിയുടെ സെക്യൂരിറ്റിയെ കുറിച്ച് നന്നായി അറിയാം. പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടും തന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാനുള്ളത് കൊണ്ടും അയാൾ ആ ജോലി ഏറ്റെടുക്കുന്നു. പക്ഷേ മോഷണത്തിന് തൊട്ട് മുൻപാണ് താൻ അറിയുന്നത് ഒരു ഇലക്ട്രിക് ഷോക്കിൽ തന്റെ ഭാര്യ മരിച്ചുപോയെന്ന്. താൻ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഈ മോഷണത്തിന്റെ ആവശ്യവും തനിക്കില്ല എന്ന് ജോക്കർ പറയുന്നുണ്ടെങ്കിലും അയാളെ ആ കള്ളന്മാർ വെറുതെ വിടുന്നില്ല. സഹായിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അയാൾ അതിന് തയ്യാറാകുന്നു. പക്ഷേ ആ മോഷണ ശ്രമത്തിനിടയിൽ പോലീസ് അവിടെ വരികയും ഒരു ഏറ്റുമുട്ടലിൽ ആ 2 കള്ളന്മാർ മരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ബാറ്റ്മാനും അവിടെ എത്തുന്നു.
അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജോക്കർ അവിടുത്തെ കെമിക്കൽ വേസ്റ്റിലേക്ക് കാല് തെറ്റി വീഴുന്നു. അങ്ങനെ പുറത്ത് ഡ്രെയിനേജിലേക്ക് ഒഴുകിയെത്തുന്നു. അതോടെ അയാൾ സൈക്കിക്കാകുന്നു. ഒരൊറ്റ ദിവസം കൊണ്ടാണ് അയാൾക്ക് എല്ലാം നഷ്ടമായത്. ആ ദിവസമാണ് അയാൾ ശരിക്കും ജോക്കറായത്. ജോക്കറിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഓൾ ഇറ്റ് ടേക്സ് ഇസ് വൺ ബാഡ് ഡേ. ജോക്കർ എപ്പോഴും ഒരു അൺറിലയബിൾ നറേറ്ററായിട്ടാണ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ ഫ്ലാഷ് ബാക്ക് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഡാർക്ക് നൈറ്റിലെ ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കർ ഇങ്ങനെയാണ്. തന്റെ മുഖത്ത് എങ്ങനെയാണ് സ്കാർസ് വന്നതെന്ന് പലരോടും പല കഥകളായിട്ടാണ് അയാൾ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ബാറ്റ്മാൻ സിനിമകളിലൊന്നായ ബാറ്റ്മാൻ മാസ്ക് ഓഫ് ഫാന്റാസത്തിൽ മറ്റൊരു ഫ്ലാഷ് ബാക്കാണ് ജോക്കറിന് കൊടുത്തിരിക്കുന്നത്. ജാക്ക് നിക്കോൾസന്റെ ജോക്കറിനും വാക്കിംഗ് ഫീനിക്സിന്റെ ജോക്കറിനും മറ്റൊരു ഫ്ലാഷ് ബാക്കും. സോ അങ്ങനെ പ്രോപ്പറായ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒറിജിൻ സ്റ്റോറി കൊടുക്കാൻ കഴിയാത്തൊരു ക്യാരക്ടറാണ് ജോക്കർ. ജോക്കറിന് എന്തെങ്കിലും ഒരു പ്രത്യേക സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളതായി ഒരു കോമിക്കിലും പറഞ്ഞിട്ടില്ല. ഒരു പോയിന്റോ പർപ്പസോ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസ് മർഡറിംഗ് സൈക്കോപാത്തായിട്ടാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ വളരെ പ്ലാൻഡായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ക്രിമിനൽ തന്നെയാണ് അയാൾ. ആദ്യകാലങ്ങളിൽ കെമിക്കൽ വേസ്റ്റിൽ വീണതിന് ശേഷമാണ് ജോക്കർ ആയതെങ്കിൽ ഇപ്പോൾ സൊസൈറ്റി അയാളെ അങ്ങനെ ആക്കിയെടുത്തു എന്ന കഥ. മാത്രമല്ല ഓവർ ദ ഇയേഴ്സ് ഒരു സിമ്പത്തറ്റിക് ആംഗിളിലൂടെ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. So please welcome Joker. ലാണ് ജോക്കർ ആദ്യമായി സ്ക്രീനിൽ വരുന്നത്. ബാറ്റ്മാൻ സീരിയലിൽ അന്ന് ജോക്കറായി വന്നത് സീസർ റൊമേറോ എന്ന ലാറ്റിൻ അമേരിക്കൻ ആക്ടറാണ്. അന്നത്തെ മൂഡിനും ടോണിനും ചേർന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു റൊമേറോൻ്റേത്. ഏറ്റവും കളർഫുള്ളായി ജോക്കറിനെ പ്രസന്റ് ചെയ്തതും ചിലപ്പോൾ റൊമേറോ ആയിരിക്കും. ബാറ്റ്മാൻ 66 ട്രിബ്യൂട്ട് എന്ന നിലയിൽ 2 ആനിമേറ്റഡ് സിനിമകളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയിരുന്നു. 1966 ബാറ്റ്മാൻ സിനിമയ്ക്ക് ശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി ബാറ്റ്മാൻ സിനിമകൾ ഇറങ്ങുന്നതിൽ. അതുകൊണ്ട് തന്നെ ജോക്കറിനെ പിന്നെ സ്ക്രീനിൽ കാണാൻ ഒരുപാട് വൈകി. പിന്നീട് 1989 ബാറ്റ്മാൻ സിനിമയിലൂടെയാണ് ജോക്കർ ഒരു റീ എൻട്രി നടത്തുന്നത്. ടിം ബർട്ടൺ ഡയറക്ട് ചെയ്ത ആ ബാറ്റ്മാൻ സിനിമയിൽ ജോക്കറായി വന്നത് അക്കാഡമി അവാർഡ് വിന്നറായ ജാക്ക് നിക്കോൾസൺ ആണ്. മുൻപത്തെ കാലഘട്ടങ്ങളിലെ ആ ഒരു കോമഡി വൈബ് ആ ജോക്കറിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ ഒരു ഡാർക്ക് എലമെന്റും ചേർന്നൊരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ നിക്കോൾസൺ സ്ക്രീനിൽ കൊണ്ടുവന്നത്. ജോക്കറിന് ജാക്ക് നേപ്പിയർ എന്നൊരു പേരും ആദ്യമായി കൊടുത്തത് ഈ സിനിമയിലൂടെയാണ്. പിന്നീട് വന്ന കോമിക്കിലും ആനിമേഷൻ സിനിമകളിലൊക്കെ ഇതേ പേര് യൂസ് ചെയ്തിട്ടുമുണ്ട്. ട്രാജിക്കായ ഒരു ബാക്ക് സ്റ്റോറിയിൽ നിന്ന് മാറി ഒരു മാഫിയ ക്രൈം ബോസായാണ് ഇവിടെ ജോക്കറിനെ കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ബാറ്റ്മാന്റെ പാരന്റ്സിന്റെ മർഡറുമായി ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെ ജോക്കറിനെ കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ അല്പം ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അന്ന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ജാക്ക് നിക്കോൾസന്റെ ജോക്കർ. ജാക്ക് നിക്കോൾസന്റെ ജോക്കറിന് ശേഷമാണ് അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ജോക്കറിനെ DC ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നിയത്. അതായിരുന്നു 1992 ഇറങ്ങിയ ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസിലെ മാർക്ക് ഹാമിൽ അവതരിപ്പിച്ച ജോക്കർ. ഒരു ആനിമേറ്റഡ് സീരീസ് ആണെങ്കിലും വെറും വോയിസ് ആക്ടിംഗ് കൊണ്ട് ജോക്കറിനെ അത്രയും അനശ്വരമാക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു ഹാമിലിൻ്റേത്. അതുപോലെ തന്നെ കെവിൻ കോൺറോയുടെ ബാറ്റ്മാനും. എല്ലാവരും ഡാർക്ക് നൈറ്റിലെ ഹീത്ത് ലെഡ്ജറിനെ ഏറ്റവും ബെസ്റ്റ് ജോക്കറായി കൺസിഡർ ചെയ്യുമെങ്കിലും 90s മുതൽ DC കാർട്ടൂൺസ് കണ്ടു വളർന്നവർക്ക് മാർക്ക് ഹാമിൽ തന്നെയായിരിക്കും മികച്ച ജോക്കറായി ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് 1994 റിലീസ് ചെയ്ത മാസ്ക് ഓഫ് ഫാന്റാസം എന്ന സിനിമയിലെ പെർഫോമൻസ് കണ്ടാൽ. പിന്നീട് വന്ന ആനിമേഷൻ സിനിമകളിലും ആർക്കം ഗെയിമുകളിലെയും പെർഫോമൻസുകളിലൂടെ ഏറ്റവും അറിയപ്പെടുന്ന ജോക്കർ ശബ്ദമായി മാർക്ക് ഹാമിലെ ജോക്കർ അങ്ങനെ അറിയപ്പെട്ടു. When the chips are down, these civilized people, they'll eat each other. ജോക്കറിന് ഓൾറെഡി ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഓഡിയൻസിനിടയിൽ ഇത്രയേറെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു ക്യാരക്ടർ ആക്കിയത് ഡാർക്ക് നൈറ്റിലെ ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കറായിരുന്നു. അതുവരെ കണ്ടിരുന്ന ജോക്കർമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജോക്കറിനെയാണ് ഹീത്ത് ലെഡ്ജർ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. ഇവിടെ ആസിഡ് ടാങ്കിൽ വീഴുന്നതിന് ശേഷമല്ല ജോക്കറിന് ഈ ഒരു രൂപമാറ്റം കിട്ടുന്നത്, മറിച്ച് ഒരു പ്രോപ്പറായ ഫ്ലാഷ് ബാക്ക് പോലും കൊടുത്തിട്ടില്ല. മുഖത്ത് വാർ പെയിന്റ് ധരിക്കുന്ന സ്കാർസ് ഉള്ളൊരു ജോക്കർ. ആ സ്കാർ എങ്ങനെ വന്നു എന്നതിന് മൾട്ടിപ്പിൾ ഫ്ലാഷ് ബാക്സും. വളരെ സാഡിസ്റ്റിക് ആയ സൈക്കോട്ടിക് വില്ലനായിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ ജോക്കറിനെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സൊസൈറ്റിയെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അനാർക്കിസ്റ്റ് ആയ ജോക്കർ. കെയോസ് അല്ലെങ്കിൽ കൺഫ്യൂഷനിലൂടെ തന്റെ പോയിന്റ് പ്രൂവ് ചെയ്തെടുക്കാൻ ഏതറ്റം വരെ പോകുന്ന ഒരാൾ. ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ അത്തരത്തിലൊരു വില്ലൻ പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്നത്. Some men aren't looking for anything logical like money. Some men just want to watch the world burn. സിനിമയുടെ ഒരു പോയിന്റിൽ നമ്മൾ ബാറ്റ്മാനേക്കാൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് ജോക്കറിനായിരിക്കും, അല്ലെങ്കിൽ ജോക്കറിന്റെ വാക്കുകൾക്കായിരിക്കും. അതുകൊണ്ടാണ് പിന്നീട് വന്ന് ഒരു ജനറേഷനെ തന്നെ ആ ഒരു പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ജോക്കറിന്റെ റോളിലേക്ക് അല്ലെങ്കിൽ മൈൻഡിലേക്ക് കയറാൻ ഹീത്ത് ഷൂട്ടിങ്ങിന് വളരെ മുൻപ് തന്നെ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഒരു ജേണൽ തന്റെ ഐഡിയാസ് കുറിച്ചിടുമായിരുന്നു.
സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ദ ക്ലോക്ക് വർക്ക് ഓറഞ്ചും പിന്നെ മുൻപ് വന്ന ജോക്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം തൻ്റെ ജേണലിൽ കുറിച്ചിട്ട് അതൊരു ഇൻസ്പിറേഷനായി കണ്ടിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയതുകൊണ്ടാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അക്കാഡമി അവാർഡ് അയാളെ തേടി വന്നത്. 2008 ജനുവരി 22 ഹീത്ത് ലെഡ്ജർ മരിച്ചെങ്കിലും അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയത് ഏറ്റവും ബെസ്റ്റ് ജോക്കർമാരിൽ ഒരാളെ മാത്രമല്ല, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വില്ലൻ പെർഫോമൻസുകൾ ഒന്നുകൂടെയാണ്. I'm just gonna hurt you. Really, really bad. ഒരു ഗംഭീര ആക്ടറിനെ കയ്യിൽ കിട്ടിയാലും അത് എങ്ങനെ യൂസ് ചെയ്യരുത് എന്നതിന്റെ എക്സാമ്പിളാണ് ഹീത്ത് ലെഡ്ജറിന് ശേഷം വന്ന സൂയിസൈഡ് സ്ക്വാഡിലെ ജാരഡ് ലെറ്റോന്റെ ജോക്കർ. ഒരു ന്യൂ ഏജ് അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ എന്ന ആംഗിളാണ് അവർ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ആ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആയി ഫെയിലായി എന്ന് പറയേണ്ടി വരും. സ്ക്രീനിൽ നമ്മുടെ മുമ്പിൽ വന്നു നിന്നാൽ ഒരു മാസ് മർഡറിങ് സൈക്കോപാത്തായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്, മറിച്ച് ഇപ്പോൾ 2 ഡാൻസ് സ്റ്റെപ്പും ഒരു റാപ്പ് സോങ് ഇടും എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ജോക്കറിനെ വില്ലൻ ആക്കേണ്ട സിനിമയിൽ തികച്ച് 5 മിനിറ്റ് സ്ക്രീൻ ടൈം പോലും ജാരഡ് ലെറ്റോന്റെ ജോക്കറിന് കൊടുത്തിട്ടില്ല. ആകെ ആ സിനിമ കൊണ്ടുണ്ടായ ഒരു ഉപയോഗം മാർഗോ റോബിയുടെ ഹാർലി ക്വിന്നെ നമുക്ക് കിട്ടി എന്നതാണ്. എന്നാലും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതിനകത്ത് നന്നായി കാണിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഹാർലി ക്വിന്നെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇവിടെ നമുക്ക് കിട്ടിയ ഈ സൂയിസൈഡ് സ്ക്വാഡ് സിനിമയേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു അസോൾട്ട് ഇൻ ആർക്കം എന്ന ആനിമേറ്റഡ് സിനിമയും അതിലെ ട്രോയ് ബേക്കറിന്റെ ജോക്കർ പെർഫോമൻസും. I'm here, bitches, and I brought favors for everybody. ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കറിലൂടെ മുൻപോട്ട് വെക്കുന്ന ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് 2019 ഇറങ്ങിയ വാക്കിംഗ് ഫീനിക്സിന്റെ ജോക്കറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. You just ask the same questions every week. How's your job? Are you having any negative thoughts? All I have are negative thoughts. ആദ്യമായിട്ടാണ് ജോക്കറിന് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ വരുന്നത്. ഒരു കോമിക് ബുക്ക് സിനിമയേക്കാൾ കോമിക് ബുക്ക് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്നതാകും നല്ലത്. എം നൈറ്റ് ഷ്യാമളൻ അൺബ്രേക്കബിളിലൂടെ കാണിച്ചതുപോലെ ഡയറക്ടർ ടോഡ് ഫിലിപ്സ് മാർട്ടിൻ സ്കോർസെസിയുടെ ക്ലാസിക് സിനിമയായ ടാക്സി ഡ്രൈവിൽ നിന്നുള്ള ഇൻസ്പിറേഷനും ഉൾക്കൊണ്ടിട്ടുണ്ട്. ജോക്കറിന് ഓർത്തർ ഫ്ലക്ക് എന്ന പുതിയൊരു ഐഡന്റിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരു ഫെയിൽഡ് കൊമേഡിയൻ എന്ന ഫ്ലാഷ് ബാക്ക് അവർ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ വേസ്റ്റിലെ വീഴ്ചയല്ല അയാളെ ജോക്കർ ആക്കുന്നത്, മറിച്ച് സൊസൈറ്റി അയാളോട് കാണിക്കുന്ന ഇൻജസ്റ്റിസിലൂടെയാണ്. തനിക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന അപമാനമാണ് അയാളെ അഫക്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ജോക്കറിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ ഈ ഒരു സിനിമ ഒരു വേദിയാകുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഇവിടെ ഓർത്തർ ഫ്ലക്കിലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ട്രിഗർ ചെയ്യുന്നത്. സിവിയർ സ്കിസോഫീനിയയുടെ സിംറ്റംസ് അയാൾക്കുണ്ട്. അത് കാരണം ഡിപ്രഷനും ഹാലൂസിനേഷനും പാരനോയ എന്നിങ്ങനെയുള്ള അവസ്ഥകളും അയാൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം സ്യൂഡോ ബൾബാർ എഫക്റ്റ് എന്നൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനും അയാളെ ബാധിച്ചിരുന്നു. അതായത് ചിരിയും കരച്ചിലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. അത് അയാൾക്ക് കുഞ്ഞിലെ ഉണ്ടാകുന്ന ഒരു അബ്യൂസ് കാരണം സിവിയർ ബ്രെയിൻ ഡാമേജിലൂടെ സംഭവിക്കുന്നതാണ്. ഇത്രയും സിംറ്റംസ് ഉണ്ടായിട്ടും അതിന് വേണ്ടത്ര മെഡിക്കേഷനോ തെറാപ്പിയോ അയാൾക്ക് ലഭിച്ചിരുന്നില്ല. ഈ സിനിമയിലൂടെ ജോക്കർ എന്ന ക്യാരക്ടറിനെ ഒരു സോഷ്യൽ കമന്ററിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഇൽനെസ്സിന് മെഡിക്കൽ ട്രീറ്റ്മെന്റും തെറാപ്പിയും എത്ര അത്യാവശ്യമാണെന്ന് ഈ സിനിമ പറയുന്നുണ്ട്. സൊസൈറ്റിയിലെ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് കമ്പാരിസണും അതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇറങ്ങാനിരിക്കുന്ന ജോക്കർ 2-ലും ഇത്തരം വിഷയങ്ങളെ അതിന്റെ സീരിയസ്നെസ് വിട്ടുപോകാതെ തന്നെ പ്രസന്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനം ജോക്കറായി അഭിനയിച്ചത് 2022 ബാറ്റ്മാൻ സിനിമയിലെ ഡിൽറ്റഡ് സീനിൽ ജോക്കറായി വന്ന ബാരി കിയോഗനാണ്. പ്രോപ്പറായിട്ട് അവർ കാണിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മേക്ക് ഓവറിലൂടെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്ന ഒരു പെർഫോമൻസ് ബാരി കിയോഗന്റേതായിരിക്കാം. സോ ഇതാണ് ജോക്കറിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.